കഥ പറയുമ്പോൾ ആണിന്റെയും പെണ്ണിന്റെയും കഥയാണല്ലോ എല്ലായ്പ്പോഴും. ഇവിടെ ഇതാ ആണും പെണ്ണുമല്ല എന്ന് തെറ്റിദ്ധരിച്ച ഒരു കഥാപാത്രം. ഒരേസമയം ആണും പെണ്ണുമായിരുന്ന ഒരു ദുരന്ത കഥാപാത്രം. വ്യാസബുദ്ധിയിൽ നിന്നും ജനിച്ച ഒരു ദുരന്ത കഥാപാത്രം. ശിഖണ്ഡി എന്ന പേര് ആണും പെണ്ണുമല്ലാത്ത എന്ന അർത്ഥത്തിലാണ് നാം സാധാരണ ഉപയോഗിക്കുന്നത്. മഹാഭാരതത്തിൽ പാഞ്ചാലിയുടെയും ദൃഷ്ടദ്യുമ്നന്റെയും മൂത്ത ആളായിരുന്നു അയാൾ. എന്നാൽ ശിഖണ്ഡി ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. പെണ്ണായി ജനിച്ചു, കുറേ നാളുകൾക്കു ശേഷം ആണായി മാറി, അങ്ങനെ തന്നെ മരിച്ചു. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉപപർവമാണ് അംബോപാഖ്യാന പർവം. ഇതിലാണ് അഭയുടെ കഥ വിശദമായി പറയുന്നത്. ഭീഷ്മർ തന്റെ അനുജനുവേണ്ടി വിചിത്രവീരൻ, കാശിരാജാവിന്റെ പുത്രിമാരായ അംബ, അംബിക, അംബാലിക എന്ന കന്യകമാരെ ബലമായി പിടിച്ചുകൊണ്ടുവരുന്നതും അംബയുടെ അപേക്ഷപ്രകാരം അവളെ വിട്ടയക്കുന്നതും. കാമുകനാൽ തിരസ്കൃതയായ അംബ തിരിച്ചു ഭീഷ്മരുടെ അടുത്തെത്തുന്നതും തുടർന്ന് ഭീഷ്മ പരശുരാമ യുദ്ധവുമെല്ലാം നാം കേട്ടിട്ടുള്ള കഥകളാണ്. പിന്നീടുള്ള ചിലതു അത്രയൊന്നും കേൾക്കാത്ത കഥയാണ്. അവിടെയാണ് ശിഖണ്ഡിയുടെ കഥ വരുന്നത്. നിരാശയായി അംബ ശിവനെ തപസ്സു ചെയ്തു ദേഹത്യാഗത്തിനൊരുങ്ങുന്നു. സംപ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് അംബയോട് ചോദിക്കുന്നു. ഭീഷ്മരെ കൊല്ലാനുള്ള വരമാണ് വേണ്ടതെന്നു അംബ പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ശിവൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ അംബ ശിവനോട് വീണ്ടും ചോദിച്ചു, ഭഗവാനെ, ഒരു സ്ത്രീയായ ഞാൻ എങ്ങനെ ഭീഷ്മരെ വധിക്കും? ശിവൻ പറഞ്ഞു, ദേഹാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് പുരുഷത്വം ലഭിക്കും. ദ്രുപദകുലത്തിൽ നീ മഹാരഥിയായി വളരും. സംതൃപ്തയായ അംബ അഗ്നിയിൽ തന്റെ ജീവൻ ഹോമിച്ചു. ആയിടക്ക് പുത്രന്മാർ ഒന്നും ഉണ്ടാവാത്ത ദ്രുപദ രാജാവും ഭാര്യയും ശിവനെ തപസ്സു ചെയ്തു പ്രത്യക്ഷപ്പെടുത്തി. തപസ്സിന്റെ ലക്ഷ്യമറിഞ്ഞ ശിവൻ കന്യകയായ ഒരു പുത്രൻ ഉണ്ടാവുമെന്ന് അനുഗ്രഹിച്ചു മറഞ്ഞു. വരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാവാത്ത രാജാവ് തങ്ങളെ പുത്രസൗഭാഗ്യത്തിന് ശിവൻ അനുഗ്രഹിച്ചു എന്ന് രാജ്യം മുഴുവൻ വിളംബരം ചെയ്തു അറിയിച്ചു. 10 മാസം കഴിഞ്ഞപ്പോൾ രാഞ്ചി ഒരു പുത്രിയെ പ്രസവിച്ചു. നിരാശരായ രാജാവും രാഞ്ചിയും വിവരം പുറത്ത് അറിയിച്ചില്ല. വളരെ വിശ്വസ്തയായ ഒരു തോഴിയുടെ സഹായത്താൽ കുഞ്ഞിനെ ആൺകുട്ടിയായി വളർത്തി ശിഖണ്ഡി എന്നു പേരും നൽകി. ആൺകുട്ടിയായി വളർന്ന ശിഖണ്ഡി രാജകുമാരി അസ്ത്രശാസ്ത്രാഭ്യാസങ്ങളിൽ വളരെ മികവ് പുലർത്തി. ക്രമേണ ദ്രോണരുടെ കീഴിൽ സകല അസ്ത്രവിദ്യയും പഠിച്ചു ഒരു മഹാരഥിയായി മാറി. യൗവനത്തിലെത്തിയ ശിഖണ്ഡിക്കു വിവാഹാലോചനകൾ വന്നു തുടങ്ങി. വിഷമഘട്ടത്തിലായ പാഞ്ചാലൻ ഒടുവിൽ വീരശൂര പരാക്രമിയായ ദാശാർണ രാജാവായ ഹിരണ്യവർമ്മന്റെ പുത്രിയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹശേഷം ദമ്പതിമാർ കാമ്പല്യപുരിയിലെത്തി. അന്ന് രാത്രി താൻ ഒരു സ്ത്രീയാണെന്നുള്ള സത്യം ശിഖണ്ഡി തന്റെ ഭാര്യയെ അറിയിച്ചു. ദുഃഖിതയായ രാജകുമാരി തന്റെ അച്ഛനെ ഉടൻ വിവരം അറിയിച്ചു. ചതിയിൽപ്പെട്ടത് മനസ്സിലായ ഹിരണ്യവർമ്മൻ പാഞ്ചാലനോട് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുവാൻ അറിയിച്ചു അളയച്ചു. നാണക്കേടും പേടിയും കൊണ്ട് മൃതപ്രായനായ പാഞ്ചാലൻ നിരവധി ഒത്തുതീർപ്പു വ്യവസ്ഥകൾ മുന്നോട്ടു വെച്ചു നോക്കി. എന്നാൽ ഹിരണ്യവർമ്മൻ യുദ്ധത്തിൽ തന്നെ ഉറച്ചുനിന്ന്. താൻ മൂലം തന്റെ അച്ഛനും രാജ്യവും ചെന്നുപെട്ട അപകടത്തിൽ മനംനൊന്തു ശിഖണ്ഡി പ്രാണത്യാഗത്തിനായി കാട്ടിലേക്ക് ഓടിപ്പോയി. ശിഖണ്ഡി ചെന്നുപെട്ടത് സ്തൗലാകർണൻ എന്ന യക്ഷന്റെ മുൻപിലാണ്. കഥ മുഴുവൻ കേട്ട യക്ഷന് ശിഖണ്ഡിയോട് അതിരറ്റ അനുകമ്പ തോന്നി. കുറേക്കാലം കഴിഞ്ഞു തിരിച്ചു നൽകണമെന്ന വ്യവസ്ഥയിൽ യക്ഷൻ തന്റെ പുരുഷത്വം ശിഖണ്ഡിയുടെ സ്ത്രീത്വവുമായി വെച്ച് മാറി. ശിഖണ്ഡി തിരിച്ചു നാട്ടിലെത്തി. അമ്മായിയച്ഛന്റെ മുൻപിൽ തന്റെ പുരുഷത്വം തെളിയിച്ചു ഭാര്യയുമായി സുഖമായി കുറച്ചുകാലം കഴിഞ്ഞു. ആയിടയ്ക്ക് യക്ഷരാജാവായ കുബേരൻ സ്തൗലാകർണന്റെ വീട്ടിലെത്തി. നാണക്കേടുകൊണ്ട് യക്ഷൻ കുബേരനെ സ്വീകരിക്കുവാൻ മടിച്ചു മറഞ്ഞുനിന്നു. മറ്റു യക്ഷന്മാരിൽ നിന്നും കാര്യം ഗ്രഹിച്ച കുബേരൻ ഈ പാപിക്ക് സ്ത്രീത്വം നിലനിൽക്കട്ടെ എന്ന് ശപിച്ചു. മനസ്തപിച്ചു. പാപമോക്ഷത്തിനായി കേണ സ്തൗലാകർണനു ശിഖണ്ഡിയുടെ മരണശേഷം മാത്രം പുരുഷത്വം തിരിച്ചുകിട്ടും എന്ന് ശാപമോക്ഷം നൽകി കുബേരൻ മറഞ്ഞു. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിനുശേഷം അശ്വത്ഥാമാവിനാൽ കൊല്ലപ്പെടുന്നതുവരെ ശിഖണ്ഡി പുരുഷനായി തന്നെ ജീവിച്ചു. ആണും പെണ്ണുമല്ലാത്തവരോട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഭീഷ്മർ പറഞ്ഞു എന്നാണ് നാം പലപ്പോഴും കേൾക്കുന്നത്. അതും വാസ്തവവിരുദ്ധമാണ്. ഞാൻ സ്ത്രീകളോടും സ്ത്രീയായി ജനിച്ചവരോടും യുദ്ധം ചെയ്യില്ല എന്നാണ് ഭീഷ്മർ പറഞ്ഞത്. 10ാം നാൾ തന്നെ വന്നുകണ്ട യുധിഷ്ഠിരനോട് ഭീഷ്മർ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ സൈന്യത്തിൽ ദ്രുപദപുത്രനായ ഒരു മഹാരാജനില്ലേ? സമരാമർഷിയും ശൂരനും പോരിൽ വിജയിയുമായ ഒരുത്തൻ. അവന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ്. മുൻപേ പെണ്ണായി പിറന്നവനും പിന്നീട് ആണായിത്തീർന്നവരുമാണ് അവൻ. ആ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അർജുനൻ എന്നെ എതിർക്കട്ടെ.